ഫ്രെഡിയുടെ ഇടമേല് ഏട്ടന്റെ ബോംബ് കലങ്ങി നീ കാണിക്കും. വൈകുന്നേരത്തെ അടിക്കുന്ന ടൈം ആരെങ്കിലും ഇതുവരെ ഷെയർ ഇട്ടു ആ 100 രൂപ ഇട്ടേ സാധനം വാങ്ങണ്ട നമുക്ക് കൊണ്ട നീ എന്താ ഇങ്ങനെ പോയി കണക്കെടുത്തോണ്ട് വേടാ. ഒരു കുട്ടിയുടെ സാധനം വാങ്ങാൻ പോയല്ലേ എല്ലാ ദിവസവും ഞാൻ തന്നെ പോണോ? എടാ വൈകുന്നേരത്തെ ഷെയർ എടാ മാമു വൈകുന്നേരം ചെറുതായിട്ടൊന്നും ചെറുതായിട്ടും കട്ടിയാ പൈറ്റ് ഏതാ 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 പൈറ്റ് വേണ്ടി ഏതാ വൈകുന്നേരത്തെ സാധനം വാങ്ങാൻ ടൈം ആയി. അവിടെ ക്യൂ കൂടുതൽ മുന്നേ ഞാൻ പോയി വാങ്ങാം. പൈസ തന്നാ എന്താ എന്താ വേണ്ടെന്നാ രണ്ട് ഓസിയാർ ഫുള്ള് ചൊറിയാണല്ലോ ചേട്ടാ. ചൊറിയുടെ പൊട്ടുള്ള കോട്ടല ചെക്ക നാലെണ്ണം. ചേട്ടാ ഇങ്ങനെ പോയാലേ 8 ഫുള്ളാവുന്നുള്ളൂ. 12 വേണ്ടതാ. ചേട്ടാ ഇതിപ്പോ കണക്ക് ഞാൻ തന്നെ കൈ നിറഞ്ഞു വരും. അയ്യേ എഴുതി പോയി മോനെ നോക്കി നടക്ക് എന്തൊക്കെയോ കിടക്കും. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പണി കിട്ടില്ല ഇതുപോലെ നല്ല പണിക്ക് പോയാൽ മതിയോ മോനെ? ഇതാണോ എംഎച്ച്? അങ്ങോട്ട് മോനെ ഇതാണോ എംഎച്ച്? പോടെ 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 ഇതാണെങ്കിൽ ഒരു തൊഴിൽ ഈ റൂം ചോദിക്കട്ട. ഈ റൂം B3 റിസ്വാൻ താഹിർ. ആ ഇവിടെ പുറത്തേക്ക് ഓടേ ഇവന്മാരൊന്നും ശരിയല്ലോ. നാളെ കോളേജില് എന്തെങ്കിലും നാളെ തട്ടിക്കൂട്ടണ്ടേ? എന്തെങ്കിലും തട്ടിക്കൂട്ടാൻ ഒപ്പന്മാർക്ക് ഒരു കോപ്പം മനസ്സിലാകുക. അത് മതി. നമുക്ക് പട്ട കുറിച്ച് കിടക്കും. നീ ഹനുമാനാക്കി ഹോസ്റ്റലിൽ മറ്റേ ലാപ്പൊന്ന് കാണിച്ചോളൂ. ഇറങ്ങി പോകാം. നമ്മുടെ കോളേജിലെ ഒരേ ഒരു പീസ് വരുന്നടാ. വണ്ടികളാണ് ഈ കോളേജിലോടുന്നത്. ഇവളൊക്കെ ഈ താമരക്കുളത്തെ കുളിച്ചിരുന്നെങ്കിൽ തലമുറയെങ്കിലും ഒന്ന് വെളുത്തേനെ. മോനെ ഇവളുമാരെ കാണിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ?
ഞാൻ വിചാരിച്ചു ചാച്ചി പറഞ്ഞു എടുത്ത് വെടിയിലാം പെൺപിള്ളേര് കാണുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത്. എനിക്ക് ഇവിടെ പഠിക്കണ്ട അച്ഛാ. വെറുതെ അല്ലടാ അവൻ വാർക്കപ്പണിക്ക് പോന്നെ. നല്ല ഒന്നാം തരം IIT ലാബ്, CS, EC എല്ലാം കൊള്ളാം. വീട്ടിൽ പോ. ആ ഇനിയിപ്പോ വീട്ടിൽ പോ, അതേ നടക്കത്തുള്ളൂ. അച്ഛാ ഒരു ചായ വേണം. ചായ ഇനിയിപ്പോ ഇവിടെ കടയൊന്നും കാണുന്നില്ലല്ലോ. അത് പിന്നെ ഇതിനകത്ത് എവിടെയും കാണും. ചായ വേണം. എനിക്കറിയാതെ നീ ആ പാട്ടൊന്ന് കേൾക്കും. ചായക്കട നമുക്ക് കണ്ടുപിടിക്കും. പാട്ട് കേൾക്കണം. മറ്റേ ഒന്നുമില്ല, ചെവി കുത്തുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഇതില്ലെങ്കിൽ പറ്റത്തില്ല. പാട്ട് അവിടെ വിളിക്കാൻ നേരമായി. അവിടെ ഒരു ചായക്കട കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകും. നല്ലതായിട്ട് പോകും. പരിക്കൂടെ കുഴപ്പമൊന്നും കളയില്ല. സാറും മോനും കേൾക്കുന്നുണ്ട്. എനിക്ക് പൊറോട്ട ചിക്കൻ കറി. ആ സാറും മോനും അല്ലായിരുന്നു. ഞാൻ വിചാരിച്ച കോളേജിലെ എന്താ വേണ്ടേ? ചേട്ടാ 2 ചായ 2 വട. നമുക്ക് എടുത്തു നോക്കടാ. ഞാനങ്ങ് കാറുന്നു. നിങ്ങൾ എവിടെ പോകാൻ വന്ന? മോനെ ഈ കോളേജിൽ നിന്ന് കാണിക്കാൻ വേണ്ടി വന്ന എന്റെ ആശാൻ. ഈ മുക്കാൽ ചാനുള്ള ഇവനാണ് കോളേജ് ആക്കാൻ വന്നേക്കുന്നത്. ആ പെണ്ണുങ്ങളെടുത്ത് ചാമ്പുകൾ ഇവനായിരുന്നു. എടോ കാരണം എന്റെ മോനെ കുറിച്ചാ പറയുന്നത് ഓർമ്മ. ഉമ്മാനൊക്കെ എന്തോ നാട്ടുകാരോ. ബോണ്ട വേണ്ട. ഞാൻ ജാക്കുലിൻ ബോണ്ടാണ്. ജാക്കുലിൻ ബോണ്ട അല്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്റെ മോനിപ്പോ മര്യാദക്ക് നടക്കുന്നുണ്ട്. സൂര്യവട മുതലാളി. എന്തോ സൂര്യവടയൊന്നും വേണ്ട. ആ സൂര്യവട കഴിച്ചാൽ തെങ്ങ വേണ്ട. ഈ ചായക്ക് ഒരു തിരുവല്ല ചുവയുണ്ടല്ലോ. നിനക്കൊക്കെ കോളേജിലെ ക്യാനീനാ പറഞ്ഞേക്കുന്നത്. അവിടെ നല്ല വട, നല്ല ചായ, നല്ല വട എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ. അവിടെ ചട്ടി കഴിച്ച രസമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങള് കണ്ടു. എന്തോ ഒരു കോളേജായിരുന്നു. പോയി ചേരാൻ നീയൊക്കെ അവിടെയൊക്കെ പറഞ്ഞേക്കുന്നു. ഇയാൾ വലിയ കുത്തുകാരനാണ്. നല്ല കുത്തുകാരാണ്. മോനെ കണ്ടിട്ട് ലക്ഷണമുണ്ടല്ലോ. മോനെ ഈ പ്രായത്തിൽ പുല്ലാങ്കുഴൽ പഠിപ്പിക്കുന്നതല്ല, തന്തേക്കാ നന്നായിട്ട് ഊതുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇവൻ നന്നായിട്ട് മൃദംഗം വായിക്കും. വായനയുടെ കൂടുതലും ഉണ്ടാ ഇപ്പൊ ഇതുപോലെ ഇരിക്കുന്നത്. കോളേജൊക്കെ എങ്ങനെയുണ്ട്? നല്ല കോളേജ് ആണോ? തനിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്ക് അറിയാവോ. തനിക്ക് എങ്ങനെ അറിയാമോ? എനിക്ക് അറിയാവോ മൊരട്ട് കളവാ. തനിക്ക് എങ്ങനെ അറിയാം? എടോ 4 വർഷം ഈ കോളേജ് ബിടെക്കിന് വേണ്ടി പഠിച്ചവനാ ഞാനിപ്പോ തട്ടുകടയിൽ ജോലിക്ക് ഇരിക്കുക. എന്നിട്ടാണോ താൻ ഇവിടെ കിടന്ന് ഊതുന്നത്? ഞാൻ ഊതും. എടോ ഇവിടുത്തെ പ്ലേസ്മെന്റിനെ കുറിച്ച് തനിക്ക് എന്തോ അറിയാം? എന്താ? ഇവിടെ പ്ലേസ്മെന്റ് മേടിച്ചു തന്നെ എനിക്ക് ഇൻഫോസിസ്. ഇവിടെ വന്നപ്പോഴാണ് കോപ്പയ മനസ്സിലായത് അത് ഇൻഫോസിസ് തട്ടുകടയാണെന്ന്. മോനെ